അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നവംബർ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ അറിയിപ്പ് റേഷൻ കാർഡുകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മുൻഗണന റേഷൻ കാർഡ് ആയ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് അഥവാ KYC അപ്ഡേറ്റ് മൊബൈൽ ഫോണിലൂടെ ചെയ്യുവാൻ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ വികസിപ്പിച്ചെടുത്ത മേര KYC പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. ഇതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആധാർ ഫേസ് ID മേര KYC എന്ന് ടൈപ്പ് ചെയ്ത് ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം. തുടർന്ന് മേര KYC ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം സംസ്ഥാനം തിരഞ്ഞെടുത്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന OTP നൽകി ഫേസ് ക്യാപ്ചർ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കും. KYC ആപ്പ് മുഖേന റേഷൻ മസ്റ്ററിംഗ് നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. മേര KYC ആപ്പ് ഉപയോഗിച്ച് പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും സൗജന്യമായി മസ്റ്ററിംഗ് ചെയ്യുന്നുണ്ട്. റേഷൻ മസ്റ്ററിംഗ് പൂർണ്ണമായും സൗജന്യമായതിനാൽ തന്നെ മറ്റേതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ ഫീസ് ഈടാക്കി റേഷൻ മസ്റ്ററിംഗ് നടത്തിയാൽ ആ വിവരം നിങ്ങൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസിലോ ജില്ലാ സപ്ലൈ ഓഫീസിലോ സിവിൽ സപ്ലൈസ് കമ്മീഷനിലേക്കോ അറിയിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ് സ്റ്റൈപ്പൻഡോടുകൂടി ഇന്ത്യയിലെ തന്നെ ഉയർന്ന നിലവാരമുള്ള കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുവാൻ അവസരം ഒരുക്കുന്ന പദ്ധതിയാണ് PM ഇന്റേൺഷിപ്പ് പദ്ധതി. PM പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനുള്ള സമയപരിധി ഈ മാസം നവംബർ 15 വരെ നീട്ടിയിരിക്കുകയാണ്. ഞായറാഴ്ചയിൽ ആയിരുന്നു ഇത് അവസാനിക്കേണ്ടിയിരുന്നത്. അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. നവംബർ 1 കേരള പിറവി ദിനമായിരുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപ അനുവദിച്ചു. നവംബർ 6 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക വിതരണം ആരംഭിച്ചിരുന്നു. ഭൂരിഭാഗം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. സാധാരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് പെൻഷൻ തുക കൈപ്പറ്റുന്നവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് 2 ആഴ്ച ഇടവേളകളിൽ തന്നെ ഈ ഒരു 2 ഗഡു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത്. ഈ ഒരു തുകയുടെ വിതരണം ക്ഷേമ പെൻഷൻ നവംബർ 15 തന്നെ എല്ലാവരുടെ കൈകളിലേക്കും എത്തിച്ചേരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയല്ല, കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ 1 ഗഡുവാണ്. അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും. നവംബർ 25 ശേഷമൊക്കെ ആയിരിക്കും ഇതിന്റെ പ്രഖ്യാപനവും വിതരണവും നടക്കുക എന്നാണ് സൂചനകൾ. അതിനാൽ തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ നവംബർ മാസത്തിൽ വിതരണം ചെയ്ത കുടിശ്ശിക പെൻഷൻ ഇനി നവംബർ മാസത്തിൽ വിതരണം ചെയ്യുവാനുള്ള തനത് മാസ പെൻഷനും ചേർത്ത് 4800 രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. ഇനി പെൻഷൻ മുടങ്ങിയവർക്ക് നിങ്ങളുടെ പെൻഷൻ ഐഡിയോ ആധാർ നമ്പറോ ഉപയോഗിച്ച് സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. ചില രേഖകൾ സമർപ്പിക്കാത്തത് മൂലം ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ളവർക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച ശേഷം പ്രധാനപ്പെട്ട രേഖകൾ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ് നവംബർ 13 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക.